അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ആ വാക്ക് പാലിക്കുകയാണ് കേട്ടോ. കലൂർ സ്റ്റേഡിയം അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് 2 മാസം കൊണ്ട് വരുത്തിയത് വൻ മാറ്റം. ടർഫ് നവീകരിച്ച് ഫിഫ നിലവാരത്തിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. കസേരകളെല്ലാം മാറ്റി സ്ഥാപിച്ചിട്ടുണ്ട്. ഫ്ലഡ് ലൈറ്റുകളും അന്താരാഷ്ട്ര നിലവാരത്തിൽ കുറ്റമറ്റതാക്കി മാറ്റിയിട്ടുണ്ട്. സ്റ്റേഡിയത്തിനകത്തും പുറത്തും വലിയ മാറ്റങ്ങളാണ് 2 മാസം കൊണ്ടുണ്ടായത്. വിനീത വേണു ഉണ്ട്. വിനീത വേണു, ഇനി പുറത്തുള്ള കുറച്ച് പണികൾ കൂടി കഴിഞ്ഞാൽ ഒരുപക്ഷെ 20-ാം തീയതിയോട് അടുപ്പിച്ച് ഫിഫ നിലവാരത്തിലുള്ള ഈ സ്റ്റേഡിയം പൂർണ്ണമായും സർക്കാരിന് നമുക്ക് കൈമാറാൻ കഴിയും. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഫ്ലഡ് ലൈറ്റുകൾ, നല്ല ഇരിപ്പിടങ്ങൾ, ആ അർത്ഥത്തിൽ നമുക്ക് ഏത് അന്താരാഷ്ട്ര മാച്ചും കളിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് നമ്മളുടെ കൊച്ചി കലൂർ സ്റ്റേഡിയം മാറുകയാണോ വിനീത? ഡോക്ടർ അരുൺ, വലിയ സന്തോഷമാണ് തോന്നുന്നത്. ഏതൊരു ഫുട്ബോൾ പ്രേമിയും സന്തോഷിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം കലൂർ സ്റ്റേഡിയത്തിന്റെ ആ ദൃശ്യങ്ങൾ തന്നെ മതി എത്രത്തോളം ജോലികൾ അവിടെ പൂർത്തിയാക്കിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ. നമ്മൾ ഒരുപക്ഷെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗൊക്കെ കാണുന്ന തരത്തിൽ ആ സ്റ്റേഡിയത്തിന്റെ ഘടനയും അതിൻ്റെ ടർഫും ഒക്കെ തന്നെ മാറിയിരിക്കുകയാണ്. അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ആ ടർഫ് ഉയർന്നിട്ടുണ്ട്. ഈ സെപ്റ്റംബറിൽ പണി തുടങ്ങി ഏതാണ്ട് 2 മാസം കൊണ്ടാണ് ഇത്രയധികം മാറ്റം ഇവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ആ ടർഫിൻ്റെ പണി പൂർണ്ണമായും പൂർത്തിയായിട്ടുണ്ട്. മാത്രമല്ല, ഇതിലെ ചെയറുകളെല്ലാം മാറ്റി സ്ഥാപിച്ചിരിക്കുന്നു. പൊട്ടിപ്പൊളിഞ്ഞ നിലയിലായിരുന്നു പല ചെയറുകളും ഉണ്ടായിരുന്നത്. ഇതിൻ്റെ ലോവർ ടയർ മുതൽ VIP ഏരിയ വരെയുള്ള ഇടങ്ങളിലെല്ലാം ചെയറുകൾ മാറ്റി ഗുണനിലവാരമുള്ള ചെയറുകൾ ഉറപ്പാക്കിയിട്ടുണ്ട്. മറ്റൊന്ന് എടുത്തു പറയേണ്ടത് അവിടുത്തെ ഫ്ലഡ് ലൈറ്റ് ആണ്. അത് തന്നെ ഈ പറഞ്ഞതുപോലെ സ്റ്റേഡിയത്തിന്റെ മുഴുവൻ ഭാഗവും അല്ലെങ്കിൽ ടർഫ് മുഴുവൻ കവർ ചെയ്യുന്ന രീതിയിൽ രാജ്യാന്തര നിലവാരത്തിൽ തന്നെയുള്ള ഫ്ലഡ് ലൈറ്റുകളാണ് സ്ഥാപിച്ചിരിക്കുന്നത്. മാത്രമല്ല, അവിടുത്തെ ടോയ്ലറ്റ് ബ്ലോക്കുകളുടെ എല്ലാം പണികൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. മറ്റൊന്ന് ചുറ്റുമതിലാണ്. ഫിഫ സ്റ്റാൻഡേർഡ് അനുസരിച്ചുകൊണ്ട് തന്നെ ഈ സ്റ്റേഡിയത്തിന് ചുറ്റും സുരക്ഷ ഉറപ്പാക്കുന്ന രീതിയിലുള്ള ചുറ്റുമതിലുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. അതായത് ഏത് അന്താരാഷ്ട്ര മത്സരവും സംഘടിപ്പിക്കുന്നതിന് അനുയോജ്യമായ രീതിയിൽ ഫിഫ നോംസ് അനുസരിച്ചിട്ടുള്ള ചുറ്റുമതിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഒപ്പം ഈ ഡ്രൈനേജ് ലൈനുകളുടെ പണികൾ പൂർണ്ണമായി വൃത്തിയാക്കി. അതായത് ഒരു മഴ പെയ്താൽ പോലും യാതൊരു തരത്തിലും ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ ഡ്രൈനേജ് ലൈനുകളുടെ പണികൾ പൂർത്തിയാക്കിയിരിക്കുന്നു. മാത്രമല്ല, ഇതിൻ്റെ പ്രവേശന കവാടം, അത് നമുക്കറിയാവുന്ന പോലെ JLN മെട്രോ സ്റ്റേഷന് സമീപമാണ്. ആ പ്രവേശന കവാടത്തിന്റെ പണികൾ ഏതാണ്ട് അന്തിമഘട്ടത്തിൽ തന്നെയാണ്. ഈ എൻട്രൻസ് ലോബിയുടെ മുൻവശം ക്ലാഡിങ്ങുകൾ ഉപയോഗിച്ചും നിലത്ത് പുതിയ ടൈലുകളൊക്കെ സ്ഥാപിച്ചും തന്നെ പുതുക്കി പണിതിട്ടുണ്ട്. അങ്ങനെ സ്റ്റേഡിയത്തിൻ്റെ ഉൾവശം നമുക്കറിയാവുന്ന പോലെ അതിൻ്റെ ഏറ്റവും ഭംഗി എന്ന് പറയുന്നത് ആ പെയിൻറ്റ് മാറ്റിയത് തന്നെയാണ്. അതൊരു മോടി പിടിപ്പിക്കുക എന്നതിനപ്പുറം മുഖം മിനുക്കി പൂർണ്ണാർത്ഥത്തിൽ സ്റ്റേഡിയം സജ്ജമായിരിക്കുന്നത് തന്നെയാണ് ഏറ്റവും അഭിമാനമുള്ള കാര്യം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഏത് അന്താരാഷ്ട്ര മത്സരവും നടത്തുന്നതിനുള്ള ഫിഫ നോംസ് അനുസരിച്ചുകൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തികൾ ഇതാ പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഡിസംബർ 20 വരെ ചെറിയ ചില പണികൾ മാത്രമാണ് ബാക്കിയാക്കാനുള്ളത്. GCDA തന്നെ അക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഡിസംബർ 20 എല്ലാ ജോലികളും പൂർത്തിയാക്കും. GCDA ഔദ്യോഗികമായി വാർത്താക്കുറിപ്പ് നൽകിക്കൊണ്ട് തന്നെ ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഡിസംബർ 20 അതായത് ഈ മാസം 20 മുഴുവൻ ജോലികളും പൂർത്തിയാക്കിക്കൊണ്ട്, അതായത് ചില തർക്കങ്ങളിൽ പെട്ടുകൊണ്ട് ഈ പാർക്കിംഗ് ഗ്രൗണ്ടും അതിൻ്റെ ടാറിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെയാണ് ബാക്കി ഉണ്ടായിരുന്നത്. അതെല്ലാം പൂർത്തിയാക്കും. ടോയ്ലറ്റ് ബ്ലോക്കിലെ സാനിറ്റൈസേഷൻ ഉൾപ്പെടെ അത്തരം ചില അറ്റകുറ്റപ്പണികൾ മാത്രമാണ് ബാക്കി. അതെല്ലാം പൂർത്തിയാക്കി 20-ാം തീയതിയോടുകൂടി സ്റ്റേഡിയം സർക്കാരിന് തിരിച്ചു കൈമാറും. ഒരുപക്ഷെ അഭിമാനിക്കാവുന്ന ഏതൊരു ഫുട്ബോൾ പ്രേമിക്കും, കേരളത്തിലെ ഏതൊരു ഫുട്ബോൾ പ്രേമിക്കും സന്തോഷിക്കാവുന്ന തരത്തിൽ, അഭിമാനിക്കാവുന്ന തരത്തിലാണ് ഈ സ്റ്റേഡിയത്തിന്റെ പണികളെല്ലാം പൂർത്തിയാക്കിയിരിക്കുന്നത്. ഡോക്ടർ, ഓക്കെ, ഇപ്പോൾ ഒരു പ്രേക്ഷകൻ പറയുന്നു, സ്റ്റേഡിയത്തിന് ഇന്നലെ കൂടി ഞാൻ പോയതേ ഉള്ളൂ, പുറത്ത് കുറച്ച് പണികൾ ബാക്കിയുണ്ട്, അകത്ത് പണികളൊക്കെ കഴിഞ്ഞു എന്നാണ് ഒരു പ്രേക്ഷകൻ പറയുന്നത്. മുന്നിക്കുട്ടൻ എന്ന ഒരു പ്രേക്ഷകനാണ് പറയുന്നത്. പറഞ്ഞതാൽ അതുപോലെ പ്രവർത്തിച്ചു കാണിച്ചു എന്ന് പറയുന്നത്. സ്റ്റേഡിയം ശരിക്കും അടിപൊളിയായിട്ടുണ്ട്, പക്ഷേ പുറത്ത് ചുറ്റുമതിലിൻ്റെ പണിയൊക്കെ ഇപ്പോൾ ബാക്കിയുണ്ട് എന്നാണ് പറയുന്നത്. ഡിസംബർ 20-ാം തീയതിയോടുകൂടി ആ ചുറ്റുമതിലിൻ്റെ പണി കൂടി പൂർത്തീകരിച്ച് പൂർണ്ണമായിട്ടും സ്റ്റേഡിയം കൈമാറാൻ കഴിയും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ വാർത്തയൊക്കെ കേട്ട് അസ്വസ്ഥരാകുന്ന ചില മനുഷ്യരുണ്ട്. അസ്വസ്ഥരാവണ്ട, നിങ്ങളും വന്നോളൂ. ശാന്തമായി നമ്മൾക്ക് ആദ്യത്തെ ഒരു നല്ല മത്സരം ആ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്നത് കാണുന്നതിൽ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളെയും ക്ഷണിക്കുന്നു. ഇതിൽ ഒരുപാട് വിമർശനങ്ങൾ ഉന്നയിച്ച മനുഷ്യരുണ്ട്. സംശയങ്ങളൊക്കെ സ്വാഭാവികമാണ്, അത്തരം വിമർശനങ്ങൾ ഉണ്ടാവുകയും വേണം. പക്ഷേ വിമർശനങ്ങൾക്ക് അപ്പുറം ഈ സ്റ്റേഡിയം ഒരു കാലത്തും കുണം പിടിക്കരുത് എന്നാഗ്രഹിച്ച് നടന്ന കുറച്ചാളുകളുണ്ട്. അനാവശ്യമായി ഒടുവിൽ അവിടുത്തെ വ്യാപാരികൾ തന്നെ രംഗത്ത് വന്ന് പറഞ്ഞു, ഈ സ്റ്റേഡിയം ഒന്ന് വൃത്തിയാവുന്നതിനുള്ള കണ്ണുകടിയാണ് എന്ന് പറഞ്ഞു. അത് ശരിക്കും സ്റ്റേഡിയത്തോട് മാത്രമുള്ള കണ്ണുകടി ആയിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അങ്ങനെയൊക്കെയുള്ളവരുണ്ടാവും ചുറ്റുപാടും. പക്ഷെ നിങ്ങളും വരണം, ആ സ്റ്റേഡിയം കാണണം, നല്ല ഇരിപ്പിടങ്ങളിൽ ഇരിക്കണം, നല്ല കാഴ്ചകളൊക്കെ കാണണം, നല്ല ടർഫ് സംവിധാനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നല്ല ഒരു മാച്ച് കാണാൻ വേണ്ടി എല്ലാവരെയും നമ്മൾ വിളിക്കുന്നു. 20-ാം തീയതിക്ക് ശേഷം ചിലത് പറയാം. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ,